ഇത് പല സിനിമകൾക്കും പല സമയത്താണ്. അതായത് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തുടർന്ന് കാണണം, ഇതിനകത്ത് ഗംഭീരമായ ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ, അതല്ലെങ്കിൽ ഈ സിനിമ ഇനി കണ്ടിട്ട് കാര്യമില്ല എന്നുള്ള തോന്നൽ. ഇതൊക്കെ ഒരു പ്രേക്ഷകന് പല സമയത്തായിരിക്കും കിട്ടുക. ചിലപ്പോൾ ഇൻട്രോ സീക്വൻസ് കഴിയുമ്പോൾ ഉടനെ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ഇൻ്റർവെലിനോട് അടുത്ത് മെയിനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമാക്സിൻ്റെ ട്വിസ്റ്റ് എന്താണെന്നൊരു ധാരണ കിട്ടി തുടങ്ങുമ്പോഴൊക്കെ ഇനി അങ്ങോട്ട് കാണണോ വേണ്ടിയോ എന്ന് പറയുന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ടൈറ്റിൽ മ്യൂസിക് കേട്ട് കഴിഞ്ഞപ്പോഴേ എനിക്കിതിനെക്കുറിച്ചൊരു ധാരണ കിട്ടി. പറഞ്ഞു വരുന്നത് ഈ തനിനിറം എന്ന സിനിമയെക്കുറിച്ചാണ്. അനൂപ് മേനോൻ, നോബി മാർക്കോസ്, സുരേഷ് കുമാർ, രമേഷ് പിഷാരടി, തങ്കച്ചൻ വിതുര തുടങ്ങിയൊരു വലിയ താരനിരയുമായിട്ട് വരുന്ന സിനിമയാണ്. രതീഷ് നെടുമങ്ങാടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. എസ് മോഹനൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. സിനിമാറ്റോഗ്രഫി പ്രദീപ് നായരാണ്. റിട്ടൺ ബൈ അംബിക കണ്ണൻ ബായ്. മ്യൂസിക് നിനോയ് വർഗീസ്, രാജ്കുമാർ രാധാകൃഷ്ണൻ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ഷിജു സോമൻ. എഡിറ്റിംഗ് അജു അജയ് ആണ്. ഇതിൻ്റെ കളറിസ്റ്റ് ആരാണ്? DA ചെയ്തിരിക്കുന്ന രാജേഷ്, പോസ്റ്റ് ഫോക്കസ്. സിനിമയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ നമുക്ക് അനൂപേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അനൂപ് മേനോ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വെള്ളം പോലൊരു അഭിനേതാവാണ്. വെള്ളത്തിനെ കുറിച്ച് അറിയില്ലേ? അത് നമ്മൾ ഏത് കണ്ടെയ്നറിലേക്ക് മാറ്റുന്നോ അതിനനുസരിച്ച് അതിൻ്റെ രൂപം മാറും. നമ്മളിപ്പോൾ ലാലേട്ടൻ ചെയ്യാൻ സാധ്യതയുള്ള പോലത്തെ ഒരു വേഷം കൊടുത്തു കഴിഞ്ഞാൽ അനൂപേട്ടൻ ലാലേട്ടനെ പോലെ അഭിനയിക്കും. സുരേഷ് ഗോപി ചെയ്യാൻ സാധ്യതയുള്ള പോലത്തെ ഒരു വേഷം കൊടുത്താൽ അനൂപേട്ടൻ സുരേഷ് ഗോപിയായിട്ട് അഭിനയിക്കും. ഈ സിനിമയിൽ അദ്ദേഹം പഴയ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയുന്ന സിനിമയില്ലേ, ആ സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ്റെ കുറച്ച് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ മീശയും മുടി നോട്ടവും കറക്റ്റായിരുന്നു. പക്ഷേ ഡയലോഗ് ഡെലിവറിയിൽ അദ്ദേഹം വീണ്ടും ലാലേട്ടനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതൊരു വലിയ പരീക്ഷണമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ലുക്ക് കൊണ്ട് സുരേഷ് ഗോപി, ഡയലോഗ് കൊണ്ട് മോഹൻലാൽ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കഥയിലെ ചില സിറ്റുവേഷൻസും ഒക്കെ കൊണ്ട് CBIയിലെ സേതുരാമയ്യർ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് നമ്മൾ ഈ സിനിമ കാണുക. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു പരീക്ഷണമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരാൾക്ക് സംവിധാനം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം, തിരക്കഥ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം, ചില അഭിനേതാക്കൾക്ക് അഭിനയം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം, മ്യൂസിക് ചെയ്യാനും അതുപോലെ കളർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാനും വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ടാണ് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ കൃത്യമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ ക്ഷമയെക്കുറിച്ച് ഒരു ധാരണയൊക്കെ കൈവന്നിട്ടുണ്ട്. സിനിമയുടെ കഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു റിസോർട്ടാണ്. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ കുറച്ച് പേര് ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു പുതിയ പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണല്ലോ. സ്ട്രേഞ്ചേഴ്സ് ഒരുമിച്ച് താമസിക്കുന്ന 1-2 ദിവസത്തെ നൈറ്റ് പരിപാടികളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു സംഭവമായിട്ടാണ് തുടങ്ങുന്നത്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇത് കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇതിലാരും മരിക്കാൻ പോവുകയാണ്. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ ഈ കൂട്ടത്തിൽ ആരുമാണ് ഈ കൊല ചെയ്തിട്ടുള്ളത്? അത് കണ്ടുപിടിക്കാനല്ലേ അനൂപേട്ടൻ വരുന്നത്? അതെ. എന്നിട്ട് അനൂപേട്ടൻ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു അതന്നെ പരിപാടി എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. അങ്ങനെ ട്വിസ്റ്റും പൊട്ടും കടലൊക്കെ ആയിട്ട് സിനിമ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ അഭിനയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നന്നായി അഭിനയിക്കാൻ അറിയും എന്ന് മുൻ പ്രോജക്റ്റുകളിലൂടെ തെളിയിച്ചിട്ടുള്ള കുറച്ച് അഭിനേതാക്കളുണ്ട്. തരക്കേടില്ലാതെ കിട്ടുന്ന വേഷത്തിന് പെർഫോം ചെയ്ത് ഫലിപ്പിക്കുന്ന കുറച്ച് അഭിനേതാക്കളുണ്ട്. പിന്നെ അഭിനയം ഇതുവരെയും വഴങ്ങിയിട്ടില്ലാത്ത ഒരു ലോഡ് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മുടെ രമേഷ് പിഷാരടി കിട്ടുന്ന വേഷങ്ങളൊക്കെ തരക്കേടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അഭിനേതാവാണ്. പുള്ളി ഇതിനകത്ത് വന്ന് എന്താ കാണിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു പുള്ളി തന്നെ പടത്തിൽ ഒരു സോങ്ങൊക്കെ ഉണ്ട്, ഐറ്റം സോങ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. പുള്ളി അവിടുന്ന് മുങ്ങി അതിൻ്റെ CCTV വിഷ്വൽസ് വെച്ചിട്ടാണ് അവർ ബാക്കി നമ്മളെ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനമുള്ളത്. അതുപോലെ തങ്കച്ചൻ ഒരു സീനിൽ രമേഷ് പിഷാരടി അടിച്ച് ഫിറ്റായിട്ടിരിക്കുകയാണ്, തങ്കച്ചൻ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ നടന്നു തുടങ്ങുമ്പോൾ തങ്കച്ചനാണ് രമേഷ് പിഷാരടിയേക്കാൾ ഫിറ്റായിട്ടുള്ളത്. പിന്നെ കുറേ പയ്യന്മാരുണ്ട്, കോളേജ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. ചിലർ ഇമോഷൻ കാണിക്കുന്നു, ചിലർ കാണിക്കുന്നില്ല, ചിലർ കലിപ്പ് കാണിക്കുന്നു. പക്ഷെ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു. പിന്നെ നമ്മുടെ വളരെ സെലക്റ്റീവായി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുന്ന പ്രൊഡ്യൂസർ സുരേഷ് കുമാർ ഈ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ മികവും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ പറയാൻ തോന്നിയത് ഈ പ്രൊഡ്യൂസേഴ്സിനെ മുഴുവൻ രക്ഷിക്കണം, സിനിമകളൊക്കെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ഇങ്ങനെ ഈ സിനിമയോടുള്ള ഒരു സിനിമയുടെ അഭ്യുദയകാംക്ഷി നമുക്ക് അദ്ദേഹത്തിന് വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം പ്രൊഡ്യൂസേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഘോരം വാദിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശരിക്കും സിനിമയോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറോട് പറയണമായിരുന്നു, എടോ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമ റെഡിയാക്കി എടുക്കേണ്ടതെന്ന്. പക്ഷെ അതൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. ഇനി അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സുരേഷ് ഏട്ടനെ കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ അനൂപേട്ടൻ ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നല്ല മേക്കപ്പും നല്ല കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് നല്ല പഞ്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. നമുക്കത് ഇഞ്ചി കടിച്ച പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇറ്റ്സ് ഗുഡ്. അനൂപേട്ടൻ്റെ ഒരു തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള വർത്താനൊക്കെ കേൾക്കാൻ എന്താ രസം. പിന്നെ പറയേണ്ടത് മ്യൂസിക്കിനെ കുറിച്ചാണ്.
എന്താ പറയുക, CBI ഡയറക്ട് ഗ്രൂപ്പ് അതുപോലെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനാ അതുപോലെ പറഞ്ഞാൽ അത് തന്നെ അടിച്ചുകൊണ്ട് വരും ഞാൻ എന്ന് പറയുന്ന ആ കള്ളം കൊച്ചുണ്ണയുടെ ആ ഒരു ഫീലിലാണ് നമുക്ക് ഈ ഒരു മ്യൂസിക് ഫീൽ ചെയ്യുക. ടട്ട അതിൻ്റെ അറ്റത്ത് ടറ്റ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ സിനിമയിലേക്ക് പോകുന്നു. അങ്ങനെ ഭയങ്കര മിക്സിംഗ് ഒക്കെ ഉള്ളൊരു മ്യൂസിക്കാണ്. അതിൽ അനൂപേട്ടന് കൊടുത്തിട്ടുള്ള മ്യൂസിക് ശരിക്കും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളിത് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് നമ്മളോട് വാശിപ്പുറത്ത് നമ്മളെ കേൾപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ മ്യൂസിക് ഇടുന്നത്. അനൂപേട്ടൻ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ഈ മ്യൂസിക് ഇങ്ങനെ ഇട്ട് നിറയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈറ്റിൽ മ്യൂസിക് തുടങ്ങുമ്പോൾ തന്നെ നല്ല ബലപ്പെടുത്തുന്നുണ്ട്. ആ ബീറ്റിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. എന്തായാലും ഇതിനകത്തൊരു ഐറ്റം സോങ്ങിന് വേണ്ടിയിട്ടൊരു പാട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐറ്റം സോങ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് 550 രൂപയുടെ സ്റ്റേ ബുക്ക് ചെയ്തിട്ട് വന്നവർക്ക് 5.5 ലക്ഷത്തിൻ്റെ ക്യാബറേ ഡാൻസ് കാണിച്ചു കൊടുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്, ഏത് റിസോർട്ട് എന്നൊക്കെ ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലത്തെ ഒരു സംഭവമൊക്കെ ആയിരുന്നു. എന്തായാലും 3 ഡാൻസേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് അവരതൊക്കെ നല്ലോണം പൊലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ പാട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിൽ നമ്മുടെ ഒരു പ്രണയഗാനം കൂടി വരുന്നുണ്ട്. അതും വലിയ തരക്കേടില്ലായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് വിഷ്വലും കൂടി പറയാം. വിഷ്വൽ പറയുമ്പോഴുള്ള രസം എന്താണെന്ന് വെച്ചാൽ, സിനിമ തുടങ്ങി ആദ്യത്തെ ചില ഷോട്ടുകൾ കാണിക്കും. അതായത് നേരെ കാണിക്കുന്ന ഷോട്ടും സൈഡിൽ നിന്നൊരു ഷോട്ടും ഉണ്ടാവും. നേരെ കാണിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള. പക്ഷേ സൈഡിൽ നിന്ന് കാണിക്കുന്നത് ഭയങ്കര ഷാർപ്പൻ്റ്, അതായത് ഓവർ ഷാർപ്പൻ്റ് ആണ്. നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഈ ക്യാമറയിലൊക്കെ ഷാർപ്നെസ് കൂട്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ. അതേപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ഒരേ സ്ഥലത്തിരിക്കുന്ന 2 ആൾക്കാരെ 2 കളർ ടോണിൽ 2 ഷാർപ്പ് ലെവലിൽ കാണുന്നു എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളുണ്ട്. അത് പിന്നെ സിനിമയിൽ ഉടനീളം അവർക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ. ചില സ്ഥലത്തൊക്കെ കളർ ചെയ്തിട്ട് ചുവപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സൂര്യാസ്തമയം വരുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ കാണുന്ന ആ ഒരു കളറില്ലേ, അങ്ങനെ ചുവപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിനൊരു നല്ല എഡിറ്റർ ആവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ലൊരു എഡിറ്റർ വരികയാണെങ്കിൽ ഒരുപാട് ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് നമ്മളത് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമായി പോകും. പിന്നെ കഥയുടെ ഒരു ഒഴുക്ക് നല്ല രസമാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് CBIക്കാരെന്താണോ ചെയ്യുന്നത് അത് തന്നെ ഈ സിനിമയിലും ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പേ നമുക്ക് ധാരണ കിട്ടി, അതായത് ഇതിലെ മെയിൻ കാര്യം എന്താണെന്നുള്ളതും എന്താണ് ഇവിടെ സംഭവിച്ചതെന്നും. ഇത് കാണിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാഫിൽ ഒരു പോലീസുകാരൻ അന്വേഷിക്കുന്നു. അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കുറേ ഡയലോഗ് അടിക്കുന്നു. കാര്യം പുള്ളിക്ക് വേറെ ഒരു ജോലിയില്ല. മാസത്തിൽ ഒരു കൊലക്കേസ് പിടിക്കും. ആ കൊലക്കേസിന് വേണ്ടിയിട്ട് പുള്ളി അവിടെ താമസിച്ച് വേറെ ഒരു പണിക്കും പോകാതെ അങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കും. പുള്ളിയുടെ കൂടെയുള്ള പോലീസുകാരും വേറെ പണിയൊന്നുമില്ല. യെസ് സർ, പറയൂ സർ. ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായ കാര്യം പോലും മേലുദ്യോഗസ്ഥനോട് സർ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ സർ എന്നൊക്കെ ചോദിക്കുന്ന പോലീസുകാർ. ഇതിൻ്റെ ഇടയിൽ സാർ എങ്ങനെയാണ് സാർ ഇത്ര കറപ്റ്റഡ് ഓഫീസറായി പോയതെന്നൊക്കെ ചോദിക്കുന്ന നിഷ്കളങ്കരായ ആ പോലീസ് ഹൃദയരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ എന്തൊരു ഭാവനയാണ്, എന്തൊരു എഴുത്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനത്തെ പോലീസുകാർ സെക്കൻഡ് ഹാഫിൽ തപ്പാണ് കടന്ന് ഇരുന്ന് തപ്പാണ്. എന്നിട്ട് കണ്ടെത്തിക്കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ലാസ്റ്റ് വൈഫൈ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ബ്രില്യൻസ് അതാണ്. ടൈറ്റിൽ എഴുതുന്ന സമയം മുഴുവൻ നമ്മൾ വൈഫൈ സിഗ്നൽ കാണും. അത് കാണുന്ന സമയത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല ഇതിൽ വൈഫൈ ഉണ്ടെന്നുള്ളത്. പിന്നെ തനിനിറം എന്ന സിനിമയ്ക്ക് പേരിട്ടതുകൊണ്ട് തനിനിറം എന്ന് ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ റിസോർട്ടിൽ താമസിക്കാൻ വരുന്ന ആൾക്കാർ ആദ്യം മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംസാരിക്കുന്നത് പെണ്ണ് കിട്ടുമോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്നു എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ ഒന്നും ഇവർക്ക് ചിന്തിക്കാനില്ലേ. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ നമുക്ക് മനസ്സിലായ ക്ലൈമാക്സ്, അതും ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ന്യായീകരണവും ഞങ്ങളിങ്ങനെ കണ്ടുപിടിച്ച് കേട്ടോ എന്നൊക്കെ പറയാൻ പിന്നെ അരമണിക്കൂർ എടുത്ത് അങ്ങനെ വലിഞ്ഞ് മുന്നോട്ട് പോയ ഒരു സിനിമ അനുഭവമായിട്ടാണ് എനിക്ക് ഈ തനിനിറം ഫീൽ ചെയ്തത്. കടുത്ത സ്പോയിലർ ആവും എന്നുള്ളത് കൊണ്ട് കഥയിലെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മനോരമ മാക്സ് ആയിരിക്കും മിക്കവാറും എടുക്കാൻ തോന്നുന്നു. അവരാണല്ലോ ഈ ടൈപ്പ് സിനിമകളൊക്കെ പൊതുവേ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു നോട്ട് എ റിവ്യൂ വീഡിയോ ചെയ്യാവുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. പല രീതിയിലാണ് ഓരോ ആളുകളും സിനിമയെ സമീപിക്കുക. എല്ലാ സിനിമകളും തിയേറ്റർ വാച്ച് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണൂ. അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.